ഹലോ, ഇന്നൊരു സേവനവാരമാണ്. സ്റ്റിച്ച് ചെയ്യുന്ന റൂമാണ് ഇന്ന് സേവനവാരം ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരുപാട് കവറുകളിൽ ഇങ്ങനെ എനിക്ക് വേസ്റ്റ് തുണിയൊന്നും വാരി വെക്കാൻ ഒരു സൗകര്യം ഇല്ലാത്തത് കാരണം കവറുകളിലാക്കിയിട്ട് ഇങ്ങനെ വേസ്റ്റ് തുണികൾ, അതായത് തുണ്ട് പീസുകളൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കും. ഒന്നും കളയൂല. ഇനി സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും കളയാതെ ഇങ്ങനെ കൂട്ടി വെക്കും ഇങ്ങനെ കവറിനകത്തൊക്കെ. അങ്ങനെ ഈ കട്ടിലിൻ്റെ കീഴ് ഫുള്ള് കവറായപ്പോഴത്തേക്കിനും ഭയങ്കര വൃത്തികേടാണ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ വിചാരിച്ചു എല്ലാം കളയാമെന്ന്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ വീണ്ടും കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഒരു കൈലി എടുത്തിട്ട് ആ കൈലി ഇതുപോലൊരു ചാക്ക് പോലെ തയ്ച്ചെടുത്തു. രണ്ട് സൈഡും അടിച്ച് താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലൊരു സഞ്ചിയാക്കി തുണ്ട് പീസുകളെല്ലാം അതിനകത്ത് വാരി വെച്ചു. പിന്നെ കുറച്ച് നല്ല തുണികളുണ്ടായിരുന്നു. ആ തുണികളെല്ലാം ഈ ടേബിളിൻ്റെ കീഴിലോട്ട് ഇതുപോലെ കയറ്റി വെച്ചു. എന്നിട്ട് ജസ്റ്റ് റൂമെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കും. അത്രയേ ഉള്ളൂ പണി. പക്ഷേ എങ്കിലും നമ്മൾ ഒത്തിരി നാൾ, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തോളമായി. ഈ 2 വർഷം കൊണ്ടുള്ള തുണികളാണ് ഈ വാരിക്കൂട്ടി ഇതുപോലെ ഇങ്ങനെ കവറുകളിലാക്കി വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് കുറച്ച് നേരത്തെ പണിയായിരുന്നു. പിന്നെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ തുണ്ട് പീസുകളൊക്കെ കൂട്ടി വെക്കുന്നവരാണ്. ഒട്ടുമിക്ക സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള തുണികളൊന്നും, അതായത് ഇച്ചിരി ഒരു ഭംഗിയുള്ള തുണികളൊന്നും ഒട്ടും കളയാനേ തോന്നത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു പീസുകളായാലും നമ്മൾ എടുത്ത് വെച്ച് പോകും, അതുപോലുള്ള തുണികൾ. പിന്നെ കൂടുതലും കളയുന്ന ലൈനിങ് പീസുകളാണ്. എനിക്കൊന്ന് ഞാനിപ്പോൾ എടുത്തപ്പോൾ ഇതിനകത്ത് ലൈനിങ് പീസുകളും ഉണ്ടായിരുന്നു. ഞാനധികം ഇച്ചിരി ലെങ്തൊക്കെയുള്ള ലൈനിങ് പീസാണെങ്കിൽ പോലും കളയാതെ പിന്നെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചേക്കും. പിന്നെ പക്ഷെ ഒന്നും സ്റ്റിച്ച് ചെയ്യലൊന്നും ഇല്ല. അപ്പോൾ ഈ ടേബിളും കൂടി ഒന്ന് കട്ടിങ് ടേബിളായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഞാൻ അതിനകത്ത് ഇപ്പോൾ എടുത്ത് ഈ വിരിച്ചിടുന്ന സാധനമൊക്കെ ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഫ്ലവറും എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന 2 തുണികൾ മാത്രം ടേബിളിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് മാറ്റി. പിന്നെ കുറേ തുണികൾ, അതായത് കുറേ സാരിയുടെ വെട്ടുപീസൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കവറുകളെല്ലാം കൂടെ കവറുകളാണല്ലോ കയറ്റി വെച്ചിരുന്നത്. ആ കവറുകളെല്ലാം കൂടെ വേറൊരു കവറിനകത്താക്കി സൂക്ഷിച്ച് വെച്ചു. ഇനിയും ആവശ്യങ്ങൾ വരുമല്ലോ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ച് വെച്ച് കളയുന്നില്ല കവറുകളൊന്നും. അപ്പോൾ അങ്ങനെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളും ഇതുപോലെ റൂമിൽ ഇങ്ങനെ വാരി വെക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു.